ഹായ്. ഇന്നിപ്പോൾ ചരിത്രമല്ല കേട്ടോ, അതിൽ കൂടുതൽ കുറച്ച് ചോദ്യങ്ങളാണ്. ഏകദേശം 13,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ വേറൊരു മസ്ജിദും ഇല്ലാതിരുന്ന കാലത്ത് നിഗൂഢമായൊരു കപ്പൽ അറബിക്കടൽ മുറിച്ച് കടന്നു. അതിൽ യാത്ര ചെയ്തിരുന്നത് ഒരു രാജാവായിരുന്നു. തൻ്റെ സിംഹാസനം ഉപേക്ഷിച്ച് ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷനായ രാജാവ്. ഇതാണ് ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ കഥ. ഐതിഹ്യം, വിശ്വാസം, ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ എന്നിവയിൽ പൊതുവായ ചരിത്രം. എല്ലാം ഒരു ദർശനത്തോടെയാണ് ആരംഭിച്ചത്. ഇന്ന് അവർ പറയുന്നു, ഒരു കേരള ചക്രവർത്തിയുടെ വിധി മാറ്റിവെച്ച ദർശനം. ചന്ദ്രൻ രണ്ടായി പിളരുന്നത് കണ്ടു ആശങ്കയിലായ അദ്ദേഹം ഉത്തരത്തിനായി തിരഞ്ഞു. ആ തെരച്ചിലിനൊടുവിൽ ചെന്നെത്തിയത് കുറച്ച് അറബ് കൂട്ടാളികളുടെ അടുത്തായിരുന്നു. അവരുമായിട്ടുള്ള സംസാരത്തിനിടെ അദ്ദേഹത്തിന് ഒരു ഉത്തരം ലഭിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം ഒരു യാത്ര പോവുകയും ചെയ്തു. ഇത് ഒരു യാദൃശ്ചികതയായിരുന്നു, അത് അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പ്രപഞ്ച അടയാളമാണ്, അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഭരണാധികാരി തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്നു. യുദ്ധമില്ല, കലാപമില്ല, അജ്ഞാതതയിലേക്കുള്ളൊരു പുറപ്പാട്. ചരിത്രഗ്രന്ഥങ്ങളിൽ അദ്ദേഹം മക്കയിലേക്ക് മുഴുവൻ യാത്ര ചെയ്തിരുന്നെന്നും മുഹമ്മദ് നബിയെ കണ്ടുവെന്നും ഇസ്ലാം സ്വീകരിച്ചുവെന്നും തജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചുവെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. തിരിച്ചുള്ള യാത്രയ്ക്കിടെ മണ്ണിൽ വെച്ചിട്ട് അദ്ദേഹം കേരളത്തിലേക്കൊരു കത്തെഴുതി. തൻ്റെ വസതി പള്ളിയുടെ നിർമ്മാണത്തിനായി വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു ആ കത്തിൽ നിർദ്ദേശം ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു കൂട്ടം അറബ് കൂട്ടാളികൾ ഒരു രാജകീയ കത്തുമായി കൊടുങ്ങല്ലൂർ തീരത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. അറബികളുടെ അവർ തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു ആരാധനാലയം നിർമ്മിക്കാൻ സഹായിക്കാൻ കൊടുങ്ങല്ലൂരിൽ അന്നെത്തുന്ന ഭരണാധികാരികൾ സമ്മതിക്കുകയും അവിടെ AD 629 ചേരമാൻ ജുമാ മസ്ജിദ് ഉയർന്നു വരികയും ചെയ്യുന്നു. ഇത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യ പള്ളിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ വാസ്തുവിദ്യ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിയാൽ പിന്നെയും മിസ്റ്ററീസ് കൂടി വരുന്നു. കാരണം ചെറിയ ഓടുഭാഗ്യം നേരിടുക, പഴയ തറവാടുകളുടെ ഒരു വാസ്തുവിദ്യ, നിലവറ, മരം കൊണ്ടുള്ള അകത്തളങ്ങൾ, വിളക്കുകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിളക്കുകൾ. ഇതൊരു പള്ളിയേക്കാൾ ഉപരി ഒരു ക്ഷേത്രം പോലെ അല്ലെങ്കിൽ ഒരു പഴയ കേരളീയ വാസ്തുവിദ്യ പ്രതിഫലിക്കുന്ന ബിൽഡിംഗാണ്. കേരളത്തിൻ്റെ ഒരു മിശ്രിത പൈതൃകത്തിൻ്റെ നിശബ്ദ ഓർമ്മകൾക്ക് സംസ്കാരങ്ങൾ ഇവിടെ ഏറ്റുമുട്ടിയില്ല, അവ സ്വീകരിച്ചു. എന്നാൽ ഏറ്റവും വലിയ നിഗൂഢത പിന്നെ അവശേഷിക്കുന്നു. ഒരു ശക്തനായ രാജാവ് പെട്ടെന്ന് തൻ്റെ സാമ്രാജ്യം വിട്ടുപോയത് എന്തുകൊണ്ട്? ഇത് എത്രത്തോളം കഥയാണ്, എത്രത്തോളം ചരിത്രമാണ്, ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? നൂറ്റാണ്ടുകളുടെ ഇതിഹാസം എത്രത്തോളം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഇപ്പോഴും പുരാവസ്തു ഗവേഷകർ, ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഇതേ ചൊല്ലി വാദങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും പള്ളി ഇന്നും തെളിവായി നിലകൊള്ളുന്നു. ഇവിടെ അസാധാരണമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് തീർത്ഥാടകർ വിളക്ക് കത്തിക്കുന്നു, എണ്ണ അർപ്പിക്കുന്നു. ഒരു സഹസ്രാബ്ദത്തേക്കാൾ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിൽ പ്രാർത്ഥനകൾ നടക്കുന്നു. ചേരമാൻ ജുമാ മസ്ജിദ് വെറും ഒരു പള്ളിയല്ല, ലോകങ്ങൾക്കിടയിലുള്ളൊരു പാലവും കൂടിയാണ്. ഇന്ത്യക്കും അറേബ്യയ്ക്കും ഇടയിൽ, ചരിത്രത്തിനും വിശ്വാസത്തിനും ഇടയിൽ, അറിയപ്പെടുന്നതിനും അറിയപ്പെടാത്തതിനും ഇടയിൽ ചോദ്യങ്ങൾ അവശേഷിച്ചുകൊണ്ട് ചന്ദ്രനെ പിന്തുടർന്ന രാജാവിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ കഥയുടെ എത്ര ഭാഗം ഇപ്പോഴും കാലത്തിൻ്റെ മണലിൽ മറഞ്ഞിരിക്കുന്നു? അറിയില്ല, അറിയണം ഇതിനെക്കുറിച്ച് കൂടുതൽ. ലെറ്റ്സ് സീ. എനിവേ, ഇന്നിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ്.